വീഡിയോയിൽ കാണുന്ന വാംസ് ഒക്കെ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ 3 സെക്കൻഡ് കൊണ്ട് ചെയ്യുക. എക്സേൽ 3 സെക്കൻഡ് കൊണ്ട് ചെയ്യുക. റിപ്പീറ്റ് 3 ടൈംസ്. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഹിപ്പിൽ കൈവച്ചിട്ട് ഹെഡ് റൊട്ടേഷൻ ചെയ്യുക. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ഈക്വൽ 3 ടൈംസ് ചെയ്യുക. ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പ് ആൻഡ് ഡൗൺസ് 3 ടൈംസ് ചെയ്യാൻ ശ്രമിക്കുക. ഷോൾഡർ ടച്ചസ് സെയിം 3 ടൈംസ് ചെയ്യുക. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഹെഡ് ഷോൾഡറിൽ ടച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ആം റൊട്ടേഷൻ 3 ടൈംസ് ഫ്രണ്ട് വാർഡും 3 ടൈംസ് ബാക്ക് വാർഡും ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. കഴിഞ്ഞ് റിച്ച് റൊട്ടേഷൻ, റിച്ച് ഫുൾ മൂവ്മെന്റ് ചെയ്തുകൊണ്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ 3 ടൈംസ് രണ്ട് സൈഡിലോട്ടും മാറി ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഹിപ്പ് റൊട്ടേഷൻ. ഹിപ്പിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടും പെൽവിക്സിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഹിപ്പ് എൻഗേജ് ആക്കിക്കൊണ്ട് 3 ടൈംസ് അപ്വാർഡ് ആൻഡ് ബാക്ക്വാർഡ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ക്രോസ് ടോ ടച്ച്. രണ്ട് ടോസിലും മെല്ലെ റേഞ്ച് ഓഫ് മോഷൻ കൊടുത്തിട്ട് ഇഞ്ചുറി വരാത്ത രീതിയിൽ 10 ടൈംസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബെൻഡ്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ട് ബെൻഡ് ആയിക്കൊണ്ടും 5 ടൈംസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ സൈഡ് സ്ട്രെച്ചസ്. സൈഡ് സ്ട്രെച്ച് വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ആ മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് സ്ലോലി ചെയ്യാൻ ശ്രമിക്കുക. ആംഗിൾ റൊട്ടേഷൻ 3 ടൈംസ് ഒരു സൈഡിലോട്ടും 3 സൈഡ് മറ്റേ സൈഡിലോട്ടും ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാലും അതുപോലെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്താലും മതി. നെക്സ്റ്റ് വൺ ജമ്പിങ് ജാക്സ്. ഇൻറ്റൻസിറ്റി വാമപ്പ് ആണ്. കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഹാർട്ട് ബീറ്റിനെ ഒന്ന് എൻഗേജ് ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കാലും കൈയും എൻഗേജ് ആക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 50 ടൈംസ് ചെയ്യുമ്പോൾ കാലും കൈയും ഒരേ റേഞ്ചിൽ ചെയ്യാൻ ശ്രമിക്കുക. കാല് വൈഡാകുമ്പോൾ കൈയും വൈഡാക്കാൻ ശ്രമിക്കുക. ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലെഗ് മാത്രം മൂവ് ആക്കാൻ ശ്രമിക്കുക. കൈ ഹിപ്പിൽ ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ റിലാക്സേഷൻ. റിലാക്സ് ബെൻഡിൽ നിന്നിട്ട് റിലാക്സ് ആയിട്ട് ഇൻഹേലും എക്സേലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹെഡ് ബീറ്റ് ഹെഡ് റിതം നോർമൽ ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ ഹൈ നീസ്. കാലിൻ്റെ മുട്ടുകൾ റേഞ്ച് ഓഫ് മോഷനിൽ പൊക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൈ 90 ഡിഗ്രി ഹോൾഡ് ചെയ്തിട്ട് കൈയിൻ്റെ പാമ്പിൽ കാലിൻ്റെ മുട്ടിൻ്റെ തട്ടിക്കാൻ ശ്രമിക്കുക. കാലിൻ്റെ മുട്ട് അല്ലെങ്കിൽ തൈ ഭാഗം തട്ടിക്കാൻ ശ്രമിക്കുക. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടോസ് മാക്സിമം ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. റിലാക്സ് പൊസിഷനിൽ നിൽക്കുക. ഇൻഹേലും എക്സേലും റിപ്പീറ്റ് ചെയ്യുക. 3 ടൈംസ് ഇൻഹേൽ എക്സേൽ. ഹെഡ് ബീറ്റ് നോർമൽ ആയാൽ മാത്രം അടുത്ത ഇൻറ്റൻസിറ്റി വാമിലോട്ട് പോവുക. ബട്ട് കിക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 ഇൻറ്റൻസിറ്റി വാമപ്പും 50 ടൈംസ് വെച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിൻ്റെ മുട്ട് ഫ്രണ്ടിലോട്ട് പോകാതെ ശ്രദ്ധിക്കുക. കാലിൻ്റെ ഹീൽ ഭാഗം ബട്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പാമിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. മുട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. റിലാക്സ് പൊസിഷനിൽ നിന്നിട്ട് നെക്സ്റ്റ് വർക്കുകളിലോട്ട് പോവുക. പുഷപ്പ്. കൈ ഷോൾഡർ ലെവലിൽ ഹോൾഡ് ചെയ്യുക. ഷോൾഡർ ലെവലിൻ്റെ അതേ ലെവൽ തന്നെ കാലും ഹോൾഡ് ചെയ്യുക. കൂടുതൽ വൈഡാക്കുകയോ ഷോർട്ടാക്കുകയോ ചെയ്യരുത്. ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ബെൻഡ് ആയിക്കൊണ്ട് എൽബോ 90 ഡിഗ്രി ബെൻഡ് ആകുന്നത് വരെ താഴുക, പൊന്തുക. റിവേഴ്സ് ഓഫ് വെയിറ്റ് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. വെയിറ്റ് എവിടെ വരുന്നു അവിടെ
എക്സേൽ ചെയ്യുക. വെയിറ്റ് പോകുന്നതിനനുസരിച്ച് ഇൻഹേലും ചെയ്യുക. ഇത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുട്ട് കുത്തിയിട്ട് നീ പുഷപ്പ് ട്രൈ ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഈസി ആയിക്കൊണ്ട് നമുക്ക് പുഷപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ സ്ക്വാട്ട്സ്. സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ലെവലിൽ കാൽ ഹോൾഡ് ചെയ്യുക. ഹിപ്പ് ബാക്കിലോട്ട് ഇരിക്കുന്ന രീതിയിൽ ചെയ്യുക. കൈ നിവർത്തി പിടിക്കുക കൂടുതൽ ബാലൻസിന് വേണ്ടിയിട്ട്. അടിയിലോട്ടിരിക്കുക, നേരെ പൊങ്ങുക. ഫുൾ അടിയിലോട്ടിരിക്കാൻ ശ്രമിക്കുക, നേരെ പൊങ്ങുക. ഫുൾ നിവരാൻ ശ്രമിക്കരുത്. മുട്ടിന് ചെറിയ ബെൻഡ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. ചെയ്ത വാമപ്പിൻ്റെ ഡീറ്റെയിൽസ് പേഴ്സണലായി അറിയിക്കുക.